ഇതാ ചായ കിട്ടിയാ കുറച്ച്. നിങ്ങള് ചായ ചായ നട്ട് ഇങ്ങനെ ഇരുന്നോളി. പണിക്കൊന്നും പോണില്ലേ? പണിയില്ലാണ്ടല്ലേ പണിന്റെ പോകൂലേ? എത്ര അടവുകൾ അടയ്ക്കാനുള്ളത്? കുടുംബശ്രീയിൽ പൈസ കൊടുക്കാണ്ട്, ആ ലോൺ അടയ്ക്കാണ്ട്, കുട്ടികളെ സ്കൂളിൽ പൈസ കൊടുക്കാണ്ട്. കൽപ്പണിക്ക് പോയി ഹെൽപ്പറായിട്ട് പോയിട്ടേ കഴിഞ്ഞ ആഴ്ച പോയ എല്ലാതും ആയി. എന്നും ഇവിടെ പോയിട്ട് തന്നെ ഒന്നും നടക്കണില്ല. അതിന്റെ മുന്നേ പോയില്ല പണിക്ക്. എല്ലാ ദിവസം പണിക്ക് പോയ ആ ഒരു കണക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കും. എന്നും പോവണ്ടേ? എന്തൊക്കെ കാര്യങ്ങളുണ്ട്. വിളിക്കാൻ അറിഞ്ഞിരിക്കണ പണിക്ക് കേശവട്ടം വിളിക്കാൻ അറിഞ്ഞു. കുട്ടികളാണെങ്കിൽ ഓരോന്നും ചോദിച്ചിട്ട് ഇങ്ങനെ വാശി പിടിക്കണം. അതൊന്നും ചെവിയൊക്കെ നിങ്ങൾക്ക് അതൊന്നും ചോദിക്കണത്. ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയില്ലെങ്കിൽ ഇവിടുത്തെ കാര്യം എന്താ? ഇതൊക്കെ എന്താ ചെവി വെക്കില്ല മനുഷ്യ? കേൾക്കാത്ത പോലെ ഇരിക്കണത്. നാളെ നോക്കട്ടെ പണി ഉണ്ടാവും. എന്തൊരു കഷ്ടം. പണിയില്ലാണ്ടാണ്. പണിയില്ലാണ്ടാ എന്നിട്ട് ഇവിടെ ഇരുന്ന പണി ഉണ്ടാവുമോ? അത് പുറത്തിറങ്ങി അന്വേഷിച്ചൂടെ? ആരെങ്കിലും ഇവിടെ വന്ന് പണി പറയോ? ഞാൻ അന്ന് ഹോട്ടലിൽ പോയിട്ട് ചോദിച്ചു പണി. അപ്പൊ അവിടെ ആളുണ്ട്. ഹോട്ടലിൽ നിൽക്കായിരുന്നു. നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു പണി ശരിയാക്ക്. ഇവിടെ ഇങ്ങനെ ഇരുന്നാ പറ്റുമോ? പറയോ ഹോട്ടലില്? എല്ലാത്തിനും ഞാൻ തന്നെ പോണം. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മാന്തിയിട്ട് ഇരുന്നിട്ട് ഓരോന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. പുറത്തിറങ്ങിയിട്ട് നാലാളോട് എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയണ്ടേ? എന്നാലല്ല അവരും എല്ലായിടത്തും വല്ല പണി ഉണ്ടെങ്കിലൊക്കെ പറയുള്ളൂ. നിങ്ങൾ ഇവിടെ ഇരുന്നാ ശരിയാവോ? ചോദിച്ചോക്ക്, അസർപ്പൂക്കാടും ചോദിച്ചോക്ക്. കൽപ്പണി ഉണ്ട്, ഞാൻ പോയിക്കോളാം. ടൈൽസിന്റെ പണിന്റെ മുമ്പ് അവിടെ. കുട്ടികള് വരുമ്പോ ഇനി ബിസ്ക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയേക്കണേ. എന്തുട്ടാ ഞാൻ കൊടുക്കുക? ആ വക വല്ല വിചാരം ഉണ്ട് നിങ്ങക്ക്? മേടിച്ചോ? നമുക്ക് കൊടുക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് കൃഷ്ണേട്ടന്റെ പിടിയെന്ന് മേടിച്ചോ? അവിടെ പൈസ ഒന്നും കൊടുക്കാമല്ലോ. അവിടെ കൊടുക്കാതെ നിങ്ങൾ കൊടുത്ത് തീർത്താ? 1500 രൂപ കഴിഞ്ഞ ആഴ്ച ഉണ്ട്. പിന്നെയും സാധനങ്ങൾ മേടിച്ചല്ലേ? ഇപ്പൊ എത്ര ഉണ്ടാവും? അത് കൊടുത്തല്ലോ. ആര്? ഞാൻ ചെന്ന് ചോദിച്ച. ഞാനോ? നിങ്ങൾ കൊടുക്കാന്നല്ലേ പറഞ്ഞേ? കൊടുത്തല്ലോ. മതി. എന്താ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഇത് കൂട്ടാ അരിശ ഇങ്ങനെ വരിക. അതൊരു വിധി. ഈ ആഴ്ച ഞാൻ പണിക്ക് വിളിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എപ്പോഴും അവര് വരുമ്പോ ഇങ്ങനെ പോവലെന്നെ പണി. അവരോട് എന്താണെന്ന് പറയുന്നത്. എന്താണ്ടാ ഉപ്പും ചാക്ക് അച്ഛന്മാര് ഇവിടെ തന്നെ ഇരുന്നുണ്ട്. ഒരു പണിക്കും പോയില്ലല്ലോ. നാളെ മുതൽ പണി ഉണ്ടായിക്കോട്ടെ. കാശ് എടുക്ക്. പൈസ 10ാം തീയതി കൊടുക്കാൻ മതി. 10ാം തീയതി കൊടുക്കാന്ന് പെണ്ണുങ്ങളല്ല പറയല്. ഇജി പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കണത്? ഇജി പറയലല്ല. ഇനി എന്ത് പറയലൊന്നും ചെഞ്ഞി പൈസ എടുക്ക്. കളിക്കാൻ നിൽക്കുക. ഇജി എന്താ കരുതിയേ? ഞാൻ കായ് ഞങ്ങൾക്ക് വെറുതെ തന്നാണ്. വെറുതെ തരാൻ കായിന്റെ അടുത്ത് പൂത്ത കായൊന്നും ഇരിക്കണില്ല. ഇനി ഉണ്ടെങ്കിലോ വെറുതെ കൊടുക്കാനിട്ട് പ്ലാനും ഇല്ല. അറിഞ്ഞു കൊടുക്കടാ. പിന്നെ അനക്ക് ആ പീടിയുടെ അവിടെ കുത്തിരുന്നിട്ട് ചെക്കന്മാരെ ആയിട്ട് കള്ളുടിക്കാൻ പൈസ ഉണ്ടല്ലോ. ഞാൻ അറിയുണ്ട് കാര്യങ്ങള്. അതിന് വലിയ അടുത്ത് പൈസ ഉണ്ടല്ലോ. അതെന്താ നിങ്ങള് പറഞ്ഞോളിന്നല്ല, നിങ്ങളെ കെട്ടിയവനാണല്ലോ. ഇജ് 10ാം തീയതിക്ക് നിക്കണ്ട. വീടിന്റെ അകത്ത് സ്വർണ്ണം ഉണ്ടെങ്കിൽ എടുത്തോ. ഓനെന്ന് വിട്ടി കിട്ടിയാല് ഇന്നമ്പ് കിട്ടില്ല. നമ്മൾ 5ാമത്തെ 6ാമത്തെ പ്രാവശ്യം വന്നിട്ടാ പോനെ കാണുന്നത്. ഇന്ന് വിടണില്ല. പൈസ വാങ്ങിട്ട് പോയാ മതി. 12ാം തീയതി ഞങ്ങൾ എടുക്കണത്. ഇതെന്താ മേത്ത് തരാൻ വരുന്നേ? അച്ഛ മുറിക്കൊന്നും വേണ്ടാന്ന്. ഈ ഒരു കാര്യം ചെയ്തോ. അന്നെ കൊണ്ട് കായ് എന്തായാലും തരാൻ കുട്ടിയാ. തരണ്ട കായ് ഇപ്പൊ കൊല്ലാൻ വരട്ടെ. ഇജ്ജ് കായ് തരണ്ട. അന്റെ പെണ്ണ് നിൽക്കണ്ടല്ലോ കൂടണ്ട് പറഞ്ഞാളെ. എന്താ പറഞ്ഞേ? കിരിയെ പിടിക്കണോ? അവളേനെ പിടിക്കണോ? ഓടല്ലേടാ. ഒന്നുകൂടി പറയടാ. എന്താ പറഞ്ഞേ? ാണ്